ഹേയ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇതാണ് പൂന്തോട്ടത്തിനകത്തെ കാർത്തിക് സൂര്യ. ഗൈസ്, ഈ കഴിഞ്ഞ തൃക്കാർത്തികയ്ക്ക് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് എന്ത് വേണോന്ന് ഞാൻ ചോദിച്ചപ്പോ അമ്മ എന്റെ അടുത്ത് പറഞ്ഞത് അമ്മയ്ക്ക് ഒരു ആമാമോതിരം വേണോന്നാണ്, സിൽവറിലുള്ള. അല്ലേ അമ്മ? അങ്ങനെ അമ്മയ്ക്ക് ആമമോതിരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പോവാം. വലിയ ആമ വേണോ ചെറിയ ആമ വേണോ അമ്മ? ആണാ? നിനക്ക് ആമ മോതിരം വേണോടി? ആണാ? അവക്ക് ആമ കമ്മൽ കൊടുക്കാമ. അല്ലെങ്കിൽ എന്തിനാണ് ഈ ആമ മോതിരം? ഓക്കെ, അപ്പൊ എന്തായാലും ആമ ഇല്ലാത്തതിന്റെ കാരണത്താൽ നമുക്ക് ഭാഗ്യക്കുറവൊന്നും ഉണ്ടാവണ്ട. നമുക്ക് പോയി ഒരു ആമ മോതിരം വാങ്ങാൻ. കേസ് ഏഞ്ചലുമായി സന്ദീപ് അളിയൻ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അളിയ ഭീമയിലോട്ട് പോട്ടറാ. ഭീമ പോണ്ടേ? ശ്രീയാരത്ത് കിട്ടും അമ്മ മോതിരം. എന്നാ നമ്മുടെ അല്ലമാനയിൽ പോട്ടെ. അപ്പൊ ഞങ്ങൾ അല്ലമാനയിലോട്ട് പോട്ടെ ഗൈസ്. ഗൈസ്, നമ്മൾ ശ്രീയാരത്ത് എത്തി. ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്ത കടയാണ്. ഓർമ്മയുണ്ടോ ഗൈസ്? ഞാനും ലക്ഷ്മി നക്ഷത്രയും കൂടെ ഇനോഗ്രേറ്റ് ചെയ്തതാണ് ഗൈസ്. ഇവിടെ സിൽവർ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, എന്തായാലും കയറി നോക്കാം. ഗൈസ്, സിൽവർ ഉണ്ട്. എല്ലാ സ്വർണ്ണക്കടയിലും സിൽവർ ഉണ്ടല്ലേ? ഹലോ, ഒരു ആമ മോതിരം ഉണ്ടോ? ഇപ്പൊ ട്രെൻഡാണോ അത്? ആണല്ലേ? എന്തിന്റെ ഉന്നമനത്തിന് വേണ്ടിട്ടാ? അപ്പൊ അത് പറഞ്ഞ വേണം എന്തായാലും. ഇതാണല്ലേ സാധനം? ഓഹോ, എന്റെ കയ്യിന് സ്ഥലമില്ല. ഇതിലും ഒരു മോതിരം ഉണ്ട്, ഇതിലും ഒരു മോതിരം ഉണ്ട്. ഏതില്? അമ്മ എല്ലാം കൂടെ ഇടേണ്ട കയ്യിൽ സ്ഥലമില്ല അമ്മ. അമ്മയ്ക്കാണ് വാങ്ങണത്. അമ്മ ഭാഗ്യം കൊണ്ടുവന്നാ മതി. അമ്മ ഭാഗ്യമായിട്ട് വീട്ടിൽ ഞാൻ ബാക്കി വീട്ടിലോട്ട് കൊണ്ടുവരാം. നീ എന്തിനു കൂട്ടുപിടിക്കണം? നിന്റെ കയ്യിൽ പൊറണം വരുന്നോ? ആഹാ, അമ്മയുടെ സൈസിനില്ലേ ബ്രോ? ഉണ്ട്. നീലക്കല്ല് വെച്ച് ലൂസായി പോയെന്ന് തോന്നുന്നു. അമ്മയുടെ സൈസിനുള്ള ഒരെണ്ണം വേണം. അത് ചെറുതായി പോയെന്ന് തോന്നുന്നു, അത് വലുതായി പോയി. ഇത് അമ്മ എവിടെ നിന്ന് അറിഞ്ഞത് ഇതിനെ കുറിച്ച്? ഞാൻ മൊബൈലിൽ നോക്കുമ്പോ ചൈനീസ് മന്ത്രം തന്ന സൈറ്റ് ആയിരുന്നു. യൂട്യൂബേ ഈ സജഷൻ ഇത് കൂടുന്നുണ്ട്. നിനക്കും വേണോ അമ്മ? സൈസാണെന്ന് തോന്നല്ലേ? ആമ കയ്യില് ഇഷ്ടപ്പെട്ട അമ്മ? അത് ആണോ? നോക്കി നോക്കി വന്നപ്പോ നടക്കണ കാലും കയ്യൊക്കെ അനക്കണ ഒരാമയെ കിട്ടി. ഇതിന്റെ കൈയും കാലും ഒക്കെ ഇടന്ന് അനങ്ങുവാണ്. ഇതെവിടെ നടന്നു പോവാനമ്മ? ഇത് കൊള്ളാം, രസമുണ്ടമ്മ. അമ്മക്ക് ഇഷ്ടപ്പെട്ട? അമ്മക്ക് ഇതിന്റെ സ്വർണം വേണോ? വേണ്ടേ? ആണല്ലേ? ഇത് കൊള്ളാം കേട്ടോ, നടക്കണ ആമ. പറഞ്ഞു പറഞ്ഞപ്പോ എന്റെ കയ്യിലോട്ട് ഒരു ആമ കയറി. ഇതെന്തിനപ്പോ എന്റെ കയ്യിലിട്ടേക്കണത്? എന്നാ അവക്കൂടെ ഒരു ആമ ഓടമ്മ. ഗോൾഡിന് ഇപ്പൊ എത്ര? 99,000. 99,000 എവിടെ പോണ്? സ്വർണത്തിന്റെ വില അമ്മ നമ്മള് കല്യാണത്തിന് എടുക്കാൻ സമയത്ത് എത്രയായിരുന്നു? 80,000. ഇന്നിപ്പോ 98, 98. നിന്റെയിലും ആമ വന്നല്ല? അച്ഛനും ഒരു ആമയുടെ അമ്മ എന്നാ? എപ്പോഴെങ്കിലും ഒക്കെ നിന്റെ ആമയാണ് ഏറ്റവും നല്ല ആമയാണെന്ന്. അമ്മയ്ക്ക് നടക്കണ ആമയാണ്. അരി ഇഞ്ചിയാ? അത് എന്തര്? നമുക്കിനി എവിടെയെങ്കിലും പോകുമ്പോഴേ കുപ്പിൾ ഗോൾസ് ആയിട്ട് ആമ ഇട്ടോണ്ട് കിടക്കാം. അമ്മ മിഞ്ചിയൊക്കെ ഇടുവമ്മ? ഉണ്ടാ? നിനക്ക് മിഞ്ചി വേണോ? ഓഹോ, അടുത്ത മിഞ്ചട്ടെ. ഒരു ആമ മോതിരം വാങ്ങാൻ വന്നല്ലേ അമ്മ നമ്മള്? ഇതെന്തൊക്കെയാ ഇത്? 3 ആമ, പിന്നെ ഇതാണ് അമ്മയുടെ മറ്റേ ബിഞ്ചി, മിഞ്ചി. ഇതമ്മ ഇടുവല്ലേ അമ്മ? ഇതെന്തുകൊണ്ടാണ്, എന്തിനാണ് ഇടുന്നത്? വർഷക്കൊരു മൂക്കൂത്തിര കുറവാ. മൂക്ക് കുത്തണോ എനക്ക്? വേണ്ടല്ലോ. മാജിക് ബാങ്കിളാ ഇത്? പണ്ട് നമുക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു സാധനം അല്ലായിരുന്നു അത്? വരുന്നില്ലല്ലോ. അത് വെറുതെ കണ്ടാ? ഇത് വേണോ? ഞാനത് വേണ്ടേ? പക്ഷെ കൊള്ളാല്ലേ അമ്മ?
കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിലും ഇടാം. സിൽവർ ആണോ അത്? രസമുണ്ടല്ലേ അമ്മ അത്? വലുതാക്കിയടാ, ചെറുതാക്കിയ അങ്ങനെയാണല്ലേ. ഹായ്, അതുകൊണ്ടാ തിരിച്ചു വെച്ചോ. ഓക്കെ, അപ്പൊ മിഞ്ചിയും ആമ മോതിരങ്ങളുമായിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ സുഹൃത്തുക്കളെ. ഞങ്ങൾ ആമ ഫാമിലിയായി മാറിയിരിക്കുകയാണ്. ഇതും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോവാൻ കേട്ടാ. പക്ഷേ അമ്മയുടെ ആമയിലാണ് കൈയും കാലും അനങ്ങണത് കണ്ടാ. പിന്നെ അമ്മയുടെ ബഞ്ചി ബഞ്ചി എന്ത് മഞ്ചി അയ്യോ മിഞ്ചി. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ എന്തോ അപ്പച്ചട്ടിയാ അമ്മക്ക് സമ്മാനമൊക്കെ ഉണ്ടോ? ആണോ? ലക്കി ഡ്രോ ഇടത്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണ നമ്മള് ആമയല്ലേ? ആ ശരിയാണ്. കല്ലൊക്കെ വെച്ചതാണ്. എന്റെതിലും കല്ലുണ്ടമ്മ. എന്റെ ആമയും രസമുണ്ട് അല്ലേ? കൊള്ളാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോണ ചെടിച്ചട്ടി ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നമുക്ക് ചെടിച്ചട്ടി തപ്പാൻ പോവാം. താങ്ക് യു ബ്രോ, പോയിട്ട് വരാം. ടാറ്റാ ടാറ്റാ. ഓക്കെ, ആമയുമായി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ആമ എടുക്കാം. പോയപ്പോ 3 ആമ, 3 മഞ്ചി മിഞ്ചി. ചേട്ടനാ ബമ്പർ ചിരിയിലെ ചേട്ടൻ. അതെ ഞാനാ. ശരി ശരി അനിയ. ആ ചേട്ടാ എന്നെ ചേട്ടാന്ന് വിളിച്ചത്. ബമ്പർ ചിരിയിലെ ചേട്ടനാക്കി കേസെന്നെ. നാട്ടിൽ കൂടെ ഇന്നാളെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചേച്ചിന്നൊക്കെ വിളിക്കണം. അത് സത്യമാണമ്മ. അത് ബഹുമാന പുരസ്സരം ചേച്ചി എന്ന് വിളിക്കണതാണ്. വർഷം എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ബഹുമാനം കിട്ടിയിട്ടില്ല. എനിക്ക് ഇത്രയും ബഹുമാനം വേണ്ടാന്ന്. എടാ ഇത് കണ്ടാടാ സന്ദീപ് ആമ. ഓ എല്ലാരുടെ കയ്യിലും ആമ. ഓ വാങ്ങിച്ചു. അമ്മക്ക് വെറും ആമയല്ല, നടക്കണ ആമയാണ്. ഓക്കെ എടാ, ഇനി ചെടിച്ചട്ടി വാങ്ങാൻ ഏതെങ്കിലും ഒരു കടയിലൊന്നും ചവിട്ടെ. എടി എവിടെയാണ് ചെടിച്ചട്ടി? ഇവിടെ അടുത്ത് ചെല്ലാങ്കുളത്ത് പോവാടാ. ചെല്ലാങ്കുളത്ത് നിന്ന് വാങ്ങിക്കാം കേസ് നമുക്ക് ചെടിച്ചട്ടി. എടി അവരെന്തോന്ന് തന്നാ അവിടെ നിന്ന് നോക്കട്ടെ. ആയി ഗൈസ്, നമുക്കൊരു അപ്പച്ചട്ടിയെ കിട്ടി. അമ്മക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണല്ലേ? അമ്മ ചോദിച്ചു മേടിച്ചാണോ? ഇല്ല, നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ ഒരു സ്നേഹം അവർക്ക് നമ്മളുടെ എപ്പോഴും ഉണ്ട് കേസ്. എന്താ ഞാൻ പ്രായമുള്ളതല്ലേ, ഓ അപ്പൊ ഇതുപോലുള്ള ഇഷ്ടമാണ്. ഓ അപ്പച്ചട്ടി. അപ്പൊ ഇവള് മാത്രമായിരുന്നു. ഇവക്ക് എന്തൊരു ഇവിടെ തന്നെ ഇഷ്ടമുള്ള ചേറെ ഏതെങ്കിലും കൊടുക്കും. അപ്പച്ചട്ടി കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഓക്കെ, നമ്മളടുത്ത് ചെടിച്ചട്ടി വാങ്ങാൻ പോട്ട് കേസ്. നമസ്കാരം. ചെല്ലോങ്കളത്തെ നമ്മുടെ ഒഫീഷ്യൽ ചെടിക്കടയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ എന്താ ചെടിച്ചട്ടിയാ വേണ്ടത്? അമ്മ 2-3 ചെടിച്ചട്ടി. 2-3 ഇത്ര എണ്ണം വേണം? കുറച്ചധികം ചെടിച്ചട്ടി. ഇതെന്താ ഇത്? കഴിക്കണതാ? കഴിക്കണതൊന്നും അല്ലമ്മ. ഇതൊന്നും ഇവിടെ തിന്നരുത്. ആമ മോതിരം ഇട്ടിട്ട് അമ്മ ആശുപത്രിയിലാവരുത്. അതിനിത് തിന്നണോ? ചെടിയെങ്കിൽ ചെടി, തൈയെങ്കിൽ തൈ, തൈപ്പൂയ കാവടിയാട്ടം. ആ നോക്കാമോ. ഓക്കെ, ഞങ്ങൾ ചെടി ഷോപ്പിംഗ് നടത്തട്ടെ ഗൈസ്. ഇത് സ്നേക്ക് പ്ലാന്റ്. എനിക്കിപ്പോ ഇതിന്റെയൊക്കെ പേരൊക്കെ അറിയാം. അയ്യോ ബാക്കി ഇതിന്റെ പേരെനിക്ക് അറിയായിരുന്നു ഗൈസ്. അയ്യോ എന്തൊരു ഹാർട്ട്. അത് പോട്ട്, അറിയായിരുന്നു എനിക്ക്. 1/2 ഡസൻ കാപ്പിപ്പൊടി മീഡിയം സൈസ് ചെടിച്ചട്ടി എടുത്ത്, 1/2 ഡസൻ അതിന്റെ അപ്പുറം സൈസുള്ള ജംബോ ചെടിച്ചട്ടി, 2 മഞ്ഞയും 2 പച്ചയും തൂക്കിയിടാനുള്ള ചെടിച്ചട്ടി. എടാ ഇതില് ഓട്ട ഇല്ല. ആണ് ഇട്ട് തരുവോ? ആ കണ്ടാ. ആ ഓ നമ്മളപ്പോ ഇടണോ അല്ലേ? ആ നമുക്കിടാം. ഒരു പാവപ്പെട്ട മനുഷ്യന് ഓഫീസിൽ പൊക്കോണ്ടിരുന്നപ്പം ടൂൾസ് കൊടുക്കുകയാണ്. അച്ഛന് വെള്ളം ഒഴിക്കാൻ
ഇതൊന്നും കന്യാസാമ്മ. ഇല്ലാതെ ഇത് വഴി വരാം. ഓ ടെക്നോളജിയാ. ഇതല്ലേ ഹോളുള്ളത്? അതൊരു ഇതിനകത്തുണ്ടെന്ന് തോന്നണല്ലേ. ഇത് വെള്ളം ഇങ്ങനെ ഹോളുള്ളതില്ലേ? ഇതില് നമ്മള് പൊത്തലിടും കേട്ടോ. അപ്പൊ 2 മഞ്ഞയും 2 പച്ചയും തൂക്കിയിടുന്ന ചെടിച്ചട്ടി. സീലിംഗിൽ തൂക്കണ ചെടിച്ചട്ടിക്ക് സീലിംഗിൽ തൂക്കാനായിട്ടുള്ള കയർ. ഗൈസ് ഇതാണ് ഷോപ്പിന്റെ പുറകിലുള്ള നമ്മുടെ ചേട്ടന്മാരെ ഗോഡൌൺ. തെങ്ങും തൈയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് എന്തിനു വാങ്ങിക്കാൻ കുഞ്ഞാന്ന്? ഏല ഏലമ്മ. എന്റെ അമ്മയാണ് ഗൈസ് അത്. അമ്മയ്ക്ക് എന്തിനമ്മ ഏലം? ഏലക്ക നമുക്ക് കിട്ടുമോ? ഏലക്ക നമ്മളിവിടെ കാലാവസ്ഥ പൊടിക്കുവോ? ഇവിടെയൊക്കെ ആൾക്കാർ വാങ്ങുന്നോണ്ട് ചില അല്ല പൊടിക്കാത്തല്ല, ആയഫലം കുറവായിരിക്കും. ആ കേട്ടാമ്മ, ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ പോരെ ഏലം? വേണ്ട, ഈ കിട്ടുന്ന മാർക്കറ്റ് നട്ട് പരീക്ഷിക്കണ്ടേ നമുക്ക്? ഓഹോ പരീക്ഷിക്കാം. അമ്മ ഏലം കുറച്ചുകൂടെ തണുത്ത കാലാവസ്ഥ ഉള്ളിടത്താണ് അല്ലേ? ചോലയിലോട്ട് വേണം. ചോലേ? തണലത്ത് നടാം. ഓക്കെ. എത്ര നാളെടുക്കും ഇതിന് കായ് വരാൻ? എനിക്ക് നിശ്ചയമല്ല. ഇത് എത്ര നാളെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെ വളരുമ്പോഴേ അത് കാണും. ഏതാണ്ട് ഒരു ദിവസമൊക്കെ എടുക്കായിരിക്കും. സൈറ്റ് ഏതെങ്കിലും വെബ്സൈറ്റ് നോക്കാം. പിന്നെ കുറച്ച് കാപ്പിയും തേയിലയും കൂടെ ഒക്കെ നട്. വെയിലല്ലേ? നല്ല വെയില് ഗൈസ്. ഞാൻ തവള നോക്കിക്കട്ടെ. അമ്മ ഇതെന്തോന്നോ ഇതും എടുക്കണോ? ഒരു ചെന്തങ്ങ ചെന്തങ്ങ. ഇത് എത്ര കൊണ്ട് കായ്ക്കും? ഷാപ്പാണ് 3 എണ്ണം കൊണ്ട് വെച്ചു ഇവിടെ. ആണോ? ഇത് ശ്രീലങ്കനാണ്. ശ്രീലങ്കൻ തെങ്ങ ഇതല്ലേ? ഓ അതും ഇതും എല്ലാം ഒന്നി തന്നെ ആയിരിക്കുന്നത്. ചെന്തങ്ങ അല്ല എല്ലാം ഒന്ന് തന്നെ. കളറിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടോ? നമുക്ക് പ്രായം കൂടി നോക്കിയെടുക്കും. എല്ലാണ്ട് പോലെ വിടർന്നു വരണുണ്ട്. ഇതാണ് പ്രായം കൂടിയത്. ഓ ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്ന പ്രായം കുറഞ്ഞതല്ലേ? നോക്ക് നോക്ക് ഇങ്ങനെയുള്ള നോക്ക്. അമ്മയ്ക്ക് എവിടത്തെ തെങ്ങ് വേണം? നാട്ടിലെ തെങ്ങ് വേണോ? ശ്രീലങ്കയിലെ തെങ്ങ് വേണോ? എല്ലാ തെങ്ങും കൂടെ പൊടിക്കുന്നതല്ലേ? എല്ലാം പൊടിക്കുന്നത്. എല്ലാം പൊടിക്കുക. ശ്രീലങ്കന്റെ ആകുമ്പോ നമ്മളെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ മുമ്മനായിരിക്കും. വലുതായിരിക്കും. തേങ്ങ വലുതായിരിക്കുമോ? അത് ഈ തേങ്ങ കണ്ടില്ലേ? ഇപ്പൊ ഈ തേങ്ങയ്ക്ക് വലുപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ തെങ്ങ് നടുമ്പോ അതിനും വലുപ്പം. തെങ്ങിന്റെ ആ തെങ്ങിന് പറഞ്ഞ തേങ്ങയ്ക്ക് യാത്ര ഇതാണ് കേട്ടോ. ഗൗളിയാത്ര. ഗൗളിയാത്രയല്ല മറ്റേ കരിക്കും ഓറഞ്ച്. ഇത് ഗൗളിയാത്ര അല്ലേ? ഇത് അല്ല അത് ശ്രീലങ്കന്റെ മഞ്ഞ. ശ്രീലങ്കന്റെ മഞ്ഞ. ഇതിനുണ്ട് മഞ്ഞയുണ്ട്. ഇതിന്റെ കരിക്കിന് രുചിയുണ്ടോ? ശ്രീലങ്കൻ കരിക്കിനൊക്കെ രുചിയുണ്ടോ അമ്മ? വിയറ്റ്നാമീസ് കരിക്കുണ്ടോ? ഉണ്ടല്ലേ അമ്മ? വിയറ്റ്നാമീസ് തെങ്ങുണ്ടമ്മ? ഒന്ന് എടുക്കട്ടെ. അപ്പൊ ഒരു വിയറ്റ്നാം തെങ്ങൂടാ ചേട്ടാ. ഇതെല്ലാം 3 വർഷം കൊണ്ട് കായ്ക്കുവോ? 3 വർഷമാണ് സമയം അല്ലേ? നമ്മള് വളം ചെയ്യുന്നത് പോലെ ഇരിക്കും. രീതി അനുസരിച്ച്. ഓ ഓക്കെ. അപ്പൊ ഒരു വിയറ്റ്നാമും കൂടെ എടുത്തു. ശ്രീലങ്ക, വിയറ്റ്നാം ഇന്റർനാഷണൽ പര്യടനമാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഈ ചെടി നമ്മളെടുത്ത് ഇത് മറ്റേ കറുകപ്പെട്ട പോലെ മണമുള്ള ഇലയുള്ള ഒരു ചെടിയാണിത്. കറിയിലൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇതിന്റെ പേര് ഞാൻ മറന്നു. അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓ ഓക്കെ ഗൈസ്, റെഡി ഷോപ്പിംഗ് ആയി. ഗൈസ് നിങ്ങൾ ചെല്ലമംഗല ഏരിയയിലെങ്ങാനും ആണെങ്കിൽ ഇത് ആ നിന്ന മാമൻ, മറ്റേ ഇതല്ല അപ്പുറത്ത് മറ്റേ തൊപ്പി വെച്ച് ലുങ്കി എടുത്തുന്ന മാമൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച എന്റെ കൂട്ടുകാരുണ്ട് അമൽകേഷ് എന്ന്. ഞാൻ കൊച്ചിലെ പഠിച്ചതാണ്. അവന്റെ അച്ഛനാണ്. അപ്പൊ നിങ്ങൾ ഈ ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടിക്ക് വല്ല ഇതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ചെടികളുടെ കളക്ഷൻ ഉണ്ട് ഗൈസ്. ഷോ അമൽകേഷിനെ കണ്ടിട്ട് കുറെ കാലമായി കേട്ടാ. അത് കുഞ്ഞിലെ ഒരു 4 ക്ലാസ് 5ാം ക്ലാസ് പ്രായം വരെയൊക്കെ നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചത്. ഓക്കെ, ഇനി വീട്ടിൽ പോവാ. എന്നിട്ട് അച്ഛൻ ആമാമോദരം കാണിച്ചു കൊടുക്കാം. ഡിക്കിയില്ല. അമ്മ ഇവിടെ പോയി. എവിടെ ഏത് കടയില്? പച്ചക്കറി വാങ്ങുന്ന. ഓക്കെ, നോക്കൂ സുഹൃത്തുക്കളെ, എന്റെ അമ്മ വലിയൊരു കിറ്റും പിടിച്ച റോഡിലൂടെ നടക്കുന്നു. സുഹൃത്തുക്കളെ, കമനീയമായ ശേഖരവുമായി ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക്. ഇത് എന്താടി ഇത്? ഇനി അച്ഛനെ പോയി ആമ വാങ്ങാൻ പോയതാണ്. എനിക്കറിയാം അമ്മയ്ക്ക് ഇതാണ് ഐശ്വര്യം. ഗൈസ്, നമുക്ക് ഒരുപാട് പേര് ഇപ്പൊ പ്ലം കേക്ക് അയച്ചു തരുന്നുണ്ട്. ഇത് ഇമ്പീരിയൽ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടോ, പുനലൂരിൽ നിന്ന് വന്ന കേക്കാണ്. കുറെ പ്ലം കേക്ക് നമുക്ക് കൊറിയറായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു വീഡിയോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതുവരെ കഴിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലം കേക്ക് ഏതാ? പാരഗണിലെ പ്ലം കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ബേസിക്കലി ഞങ്ങൾക്ക് 2 പേർക്കും റം ഒഴിച്ച പ്ലം കേക്കിനോട് ഒരു ഇഷ്ടം കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ റം ഒഴിക്കാതെ വരുന്ന പ്ലം കേക്ക് അത്ര കേറിക്കണില്ല. പക്ഷെ എന്നാലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അച്ഛനെ വിളിക്കട്ടെ ഞങ്ങള്. അമ്മയുടെ നടക്കണ ആമ ഉണ്ടോ അച്ഛാ? അടിപൊളി.
ഇത് നമ്മള് ഞാൻ ഇനോഗ്രേഷൻ ചെയ്ത കടയില്ലേ ചാ അല്ല മാന മാമ അത് കണ്ട നടക്കും കയ്യും കാലും ഒക്കെ നടക്കും നടക്കണ ആമയാണ് ഇത് നടക്കാത്ത ആമ ഇനി വീണ്ടും നടക്കും. അപ്പൊ പിന്നെ എനിക്ക് മാത്രമായിട്ട് ആമ ഇവിടെ ഇരിക്കാനാ? ഞാൻ പറഞ്ഞു അമ്മേനടുത്ത് മാങ്ങ വാങ്ങാന്ന്. അമ്മ പറഞ്ഞു ഇടൂലാന്ന്, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങാത്തത്. അച്ഛനും കൊണ്ടുവരട്ടോ ഒരു പാമ. വേണ്ട, ഞാൻ ഈ ഓണം സ്വന്തം അടിപൊളിയാ. ആമ ഫാമിലി വെച്ചാ നമ്മളിപ്പം. ഇതിൽ രണ്ടിലും കല്ലുണ്ട്. ഇത് കാല് ചെയ്യാനങ്ങും. അതെ, അത് നീന്തണ ആമയാണ്. കടലാമ. കടലാമയാണ് അവർക്ക് വേണ്ടത്. കണങ്ങണോ? അടിപൊളി, കൊള്ളാടാ. ഇതിന് വേണ്ടി ഇനി അങ്ങ് പോണത് ഇവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞു. ഭീമ പോണ്ടെന്ന് പറഞ്ഞു. സെറ്റ് അല്ലേ? ഇവളുടെ കുറെ നാളത്തെ ആഗ്രഹമാണ് വെള്ളി ആമ വേണം. അപ്പൊ അമ്മ ഹാപ്പി ബർത്ത്ഡേ. മിഞ്ചി മിഞ്ചിയും വാങ്ങി. ഇപ്പുറത്തെ നല്ല കൂടെ ഇടാം. അച്ഛാ സ്വർണത്തിന് 99,000 രൂപയായി കേട്ടാ. 1,00,000 ഇപ്പൊ ഒരു മാസം ആവും, 1 ലക്ഷം ആവും. ചുമ്മാ ആവും. ഇത് അമ്മയുടെ മിഞ്ചി. ഇതെന്തോ മോളി? അത് മിഞ്ചി, കല്ല് വെക്കാത്തത്. പലതരം മിഞ്ചിയാണ് അച്ഛാ. അപ്പ ചട്ടി തന്നു. പിന്നെ കുറെ ചെടിയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചെത്തിയച്ചാ. എന്തായാലും ഒരു ഗുണമുണ്ട്. ഇവളുടെ ഒരു ചട്ടിക്കകത്തിട്ട് നിങ്ങൾ സ്റ്റീൽ തവിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എന്റെ ക്ഷീണം അതാ. ഓ, അതിനും പകരമായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അമ്മയ്ക്ക് എത്ര ചട്ടി വേണം? വലിയ പാത്രം. വലിയ പാത്രം വേണോ അമ്മയ്ക്ക് വേറെ? അത് വർഷം ഒരു പാത്രം കാണിച്ചു കൊടുത്തില്ല. ആമകളെല്ലാം കൊള്ളാം. അങ്ങനെ അവര് പലതും പറയും. അവര് മോഹിപ്പിച്ചു വിട്ടേക്കാം. കൂപ്പൺ ഒരു ഹോണ്ട ഉണ്ടായിരുന്നു. കൂപ്പൺ അവിടെ ഇട്ടിട്ടാണ്. മാമ നമ്മൾ മൊത്തത്തിൽ 3 കൂപ്പൺ എഴുതിയിട്ട് ആമ വന്നുകൊണ്ട് അറിയാം. ഭാഗ്യം ഉണ്ടോ ഇല്ലേ? നമുക്ക് ചിലപ്പോ സ്കൂട്ടർ കിട്ടിയാലോ? ഇതോടുകൂടി നിന്റെ കാര്യം തീരുമാനമായി. ആമ വാങ്ങിയില്ലേ? പാമ മോതിര സെറ്റ് ഗൈസ്. അപ്പം ശരി, ഞങ്ങൾ എന്നാ പോട്ടച്ചാ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ആമ മോതിരം ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുകയാണ്. എന്റെ അമ്മയെ എന്തൊരു ചൂട് ഗൈസ്. പിന്നെ കുറച്ച് നാളായിട്ട് ഇപ്പം ഫുഡ് വ്ളോഗിങ് കൂടുന്നു. നമ്മുടെ റുട്ടീൻ ശരിയാവണില്ല, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടണില്ല. അപ്പോൾ കുറച്ച് നമ്മൾ വെയിറ്റ് തിരിച്ച് ഗെയിൻ ചെയ്ത് ഗൈസ്. നമ്മൾ കല്യാണ സമയത്ത് എനിക്ക് തോന്നുന്നു 72 കിലോ ആയിരുന്നു. ഇപ്പൊ നമ്മൾ വീണ്ടും പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 79 കിലോ ആയി. അപ്പോ അത് ഇനി ഒന്ന് ചവിട്ടി പിടിച്ചാലേ പറ്റുള്ളൂ ഗൈസ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ തിരിച്ച് റുട്ടീൻ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം, എന്നാലേ കാര്യപരിപാടികൾ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ് സുഹൃത്തുക്കളെ. ആമ മോതിരം സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഒരു കിണ്ണം കാച്ചിയ ഐഫോൺ റിവ്യൂ ഓൺ ദ വേ ആണ്. വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.